എന്താ ഇങ്ങോട്ട്? വെളിയിലോട്ട് റോക്കറ്റും കൂടെ. അയ്യോ. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ബെല്ലയുടെ റോക്കറ്റിൻ്റെയൊക്കെ വീഡിയോ ആണ്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് വീഡിയോ എടുക്കാമെന്നൊന്നും വിചാരിച്ചല്ല, അതിനുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളായിരുന്നു, പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇതേ വന്നപ്പോൾ ഉള്ള ഇവരുടെ ഈ പിണക്കം കണ്ട വീഡിയോ എടുത്തത്. വന്ന് വിളിച്ചപ്പോൾ സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയി വിളിക്കുമ്പോൾ ഓടി വരുന്നതാണ്. ഇതിപ്പം പിണക്കമാണ്. അതല്ല രസം, കണ്ണടച്ചിരിക്കുക, നമ്മുടെ മുഖത്തോട്ട് നോക്കത്തില്ല, കണ്ണ് തുറക്കുന്നില്ല ബെല്ല. ഞാൻ കുറേ വിളിച്ചൊക്കെ നോക്കി, എന്നിട്ടൊന്നും ബെല്ല ഒരു മൈൻഡും ഇല്ല, നോക്കത്തേ ഇല്ല. കണ്ടോ കിടക്കുക കണ്ണു അടച്ച്. കുറേ ഞാൻ വിളിച്ചു. അടുത്ത ആൾ ഇവിടെ വന്നിരിപ്പുണ്ട്, അതും ഇത് തന്നെ, നല്ല പിണക്കമാണ്. പക്ഷേ ഇവിടം വരെ വന്നു. ഈ ബെല്ലായും മിയായും ഇവിടം വരെയായാലും കയറിയായാലും വന്നേ സിറ്റൗട്ടിൻ്റെ അവിടെ. നോക്കുന്നൊന്നുമില്ല. മിയ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഓക്കെ, മിയാൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യടാ? അടുത്തത് ഇതിൻ്റെ പിണക്കമാണ് കാണേണ്ടത്. ഇതാണ് ശരിക്കുള്ള പിണക്കം. കണ്ടോ, അകത്തോട്ട് പോലും വന്നില്ല, വെളിയിൽ തന്നെ ഇരിക്കുക. അയ്യോ, കൈ തലയൊക്കെ വെച്ചുള്ള കിടപ്പ് കണ്ടോ. ഇത് ക്ഷീണിച്ചു പോയി പാവം. അത് കേട്ടോണ്ടാന്ന് തോന്നുന്നു ഇപ്പം തീയെ മിയ വന്നിട്ടുണ്ട്. മിയായ്ക്ക് ഇപ്പോൾ ഇതിനോട് സ്നേഹമൊന്നുമില്ല, പിണങ്ങി നടക്കുക. ബെല്ല പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങി നടക്കുക. ഒരു കേസ് ഇത്രയും ഇവരുടെ പിണക്ക് ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ഇതുവരെ ഞാൻ വെറുതെ ആണ് ഓർത്തത്. പിണങ്ങി പോവാൻ തോന്നുന്നു. അവർ മൂന്നോടെ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണത്തെ അങ്ങ് ഓടിപ്പോയേ. ഇത് താഴെ എന്നിട്ട് നിന്ന് വെയിറ്റ് ചെയ്യുക, തിരിഞ്ഞു നോക്കുന്നു. ഇവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇനി ഇറങ്ങിപ്പോയേക്കൊന്നും വല്ലതും ആയിരിക്കും, നോക്കട്ടെ എന്താണെന്ന്. ഇത് ബെല്ല അവിടെ ഇവിടെ നിൽക്കുവാണ്, റോഡിൻ്റെ ഇടവന്ന് നിൽക്കുക. റോഡോട്ട് ഇറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ച് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. മിയ അവിടെ ഇരിപ്പുണ്ട്. മിയയുടെ എന്തോ പറഞ്ഞു. മിയ അതേ റോക്കറ്റിനെ വിളിക്കുക. റോക്കറ്റിനാണ് എന്തോ പറയുന്നുണ്ട്. പോയേക്കാന്നായിരിക്കും. ഇത്രയും ഇതാകുന്ന നടത്തില്ല കേട്ടോ, പിണങ്ങി പോവാ. നോക്കട്ടെ എവിടം വരെ പോകുന്നു. റോക്കറ്റും പോയി. അമ്മ പോയോണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റോക്കറ്റ് പോകത്തില്ലായിരുന്നു. ഇപ്പോൾ അമ്മ അവിടെ ഇരുന്നു. റോക്കറ്റിനാകെ കൺഫ്യൂഷനായി, എന്നാ ചെയ്യേണ്ട. ബെല്ല താഴെ നിന്ന് വിളിക്കുന്നു. അമ്മയാണെങ്കിൽ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, പോണോ വേണ്ടയോ എന്ന് ആലോചിക്കുവാന്ന് തോന്നുന്നു. റോക്കറ്റങ്ങ് പോയി, ആലോചിച്ചൊന്നും നിൽക്കുന്നില്ല. എന്താണോ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം, നോക്കട്ടെ. ഇത് റോഡിലോട്ടങ്ങ് ഇറങ്ങി. അയ്യോ, വെറുതെ ആയിരിക്കും. ബെല്ല അവിടെ തന്നെ നിൽക്കുക, റോക്കറ്റ് റോഡിലോട്ട് പോകുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ റോഡിൽ പോയി എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ഇപ്പം മോള് വന്നപ്പോഴത്തേക്ക് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പരിപാടി. ഈ മിന്നുവിനെ ഇപ്പോൾ ബെല്ലായെ പിടിച്ച് ഊഞ്ഞാലാട്ടിച്ച്. ഞാൻ പറയും ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, പൂജ ക്ഷീണിക്കും. അതിനിഷ്ടമോ, അതിരുന്ന് കൊടുക്കുന്നുണ്ടോ. പക്ഷെ റോക്കറ്റിനെ കിട്ടത്തില്ല. റോക്കറ്റ് ജീവനും കൊണ്ട് പോകും. മിന്നുവിനെ കണ്ടാൽ മതി. മിയ പിന്നെ ആദ്യമൊക്കെ വരുമായിരുന്നു, ഇപ്പം ഇത്ര വലുതായ പിന്നെ അധികം അങ്ങനെ എടുക്കാനൊന്നും നിന്ന് കൊടുക്കത്തില്ലേ. റോക്കറ്റ് അവളുടെ കയ്യിൽ രക്ഷപ്പെട്ട് സമാധാനത്തിൽ ഇരിക്കുവാന്ന് തോന്നുന്നു. എന്നാലും പിണക്കം മാറിയിട്ടില്ല, പിണക്കമാണ്. അടുത്തോട്ട് വരുന്നൊന്നുമില്ല. ഞാനോർത്ത് ചിക്കനൊക്കെ ഉണ്ടായിരുന്നേ പിണക്കമൊക്കെ മാറും. പക്ഷേ ഇതിന് നല്ല സ്നേഹമുള്ള പൂച്ച കേട്ടോ. ഇത് മറ്റേ രണ്ട് പൂച്ചയെ പോലെ അല്ല, എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ. നമ്മൾ നൈറ്റിൽ ഇങ്ങനെ മാറി ഇരുന്നിട്ടില്ലേ, എപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും പിണക്കം. ഇപ്പോൾ ഇതേ റോക്കറ്റും കയറി വന്നു. റോക്കറ്റിന് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ചെറിയ പിണക്കമേ ഉള്ളൂ. പിണക്കം മാറി. എന്നാലും അങ്ങനെ നോക്കുന്നൊന്നുമില്ല, അടുത്തോട്ടൊന്നും വരുന്നില്ല. ഫുഡൊന്നും കഴിച്ചില്ല, അങ്ങനെ ഇരിക്കുന്നു. ലാസ്റ്റ് ഇതേ ബെല്ല എൻ്റെ മടിയിൽ കയറിയേ. ബെല്ലയുടെ പിണക്കമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ പറഞ്ഞു, സമാധാനിപ്പിച്ചപ്പം ബെല്ല ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ബെല്ല ഒരു പ്രത്യേക സ്നേഹമുള്ളൊരു പൂച്ച. അല്ല, ഇതിനെ ആരും കളഞ്ഞാണോ എന്നാണോ, പക്ഷെ കുറച്ച് കുസൃതിയുണ്ട്, അതാണ് കുഴപ്പം. പറഞ്ഞാലൊന്നും അത്ര കേൾക്കത്തൊന്നും ഇല്ല. അതിൻ്റെ ഈ തരമുള്ള പൂച്ചയ്ക്കെല്ലാം ഉള്ളതാണ്. ഈ ഓറഞ്ച് കളറുള്ള പൂച്ചയുടെ ചെറിയ കുസൃതികളുണ്ട്. പിന്നെ ഇതേ രണ്ടുപേരും കൂടെ വെളിയിൽ കളിക്കുമായിരുന്നു. മഴ കഴിഞ്ഞിട്ട് വെയിൽ വന്നു. അപ്പോഴത്തേക്ക് വെയിൽ കൊള്ളാൻ ഇറങ്ങി കിടക്കുവാന്ന് തോന്നുന്നു. ഇത്ര നേരം നല്ല മഴയായിരുന്നേ. പിന്നെ രണ്ടും കൂടെ വെളിയിൽ കിടന്ന് കളിക്കുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.